ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഇന്ന് എക്സാം എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം? ക്വസ്റ്റ്യൻ കണ്ടിട്ട് വല്ല കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്നാലും നമുക്ക് ആൻസർ കീ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാലോ. ബി കോഡാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ബി കോഡിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രണ്ടാമത്തത്, പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി കൊണാർക്കാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഹോൺബിൽ എന്നത്. അടുത്തത്, ഇന്ത്യയിലെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാലേ, ശ്രീമതി ദ്രൗപദി മുർമു. ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു ആണ് നിലവിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 25 വയസ്സാണ്. അടുത്തത്, നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? നിലവിലെ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അടുത്തത്, ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അടുത്തത്, ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം. അടുത്തത്, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം ആണ്. അടുത്തത്, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ഓപ്ഷൻ ബി ദക്ഷിണ ധ്രുവമാണ്. ദക്ഷിണ ധ്രുവം നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുത്ത കറണ്ട് അഫേഴ്സിന്റെയും GKയും സയൻസിന്റെ ഒക്കെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ആ ക്ലാസ് കണ്ടവർക്ക് ഈ ചോദ്യം കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അടുത്തത്, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി സിക്കിമാണ്. അടുത്തത്, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. അടുത്തത്, ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. അടുത്തത്, കേരള തീരത്ത് പ്രധാനമായും ചവറയിൽ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? ഓപ്ഷൻ ഡി തോറിയമാണ്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി കോറമന്റൽ തീരമാണ്. അടുത്തത്, വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി നർമ്മദയാണ്. നർമ്മദ നദിയാണ് വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എടുത്ത സമയത്ത് ഇതിനൊരു കോഡും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടവർക്ക് ഇതും കിട്ടുന്നതായിരിക്കും. അടുത്തത്, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? ഓപ്ഷൻ സി NH44 ആണ്. അടുത്തത്, കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏതാണ്? ഓപ്ഷൻ സി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. നോക്കാലോ, സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതെന്താണ്? ശരിയാണ്. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമുക്കറിയില്ല, അപ്പൊ അതവിടെ നിൽക്കട്ടെ.
ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ എന്താണ്? 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ശരിയാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായ വ്യവസ്ഥ അനുസരിച്ചായിരുന്നില്ല, FPTP വ്യവസ്ഥയായിരുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നടന്നിരുന്നത്. ഓക്കെ, വ്യക്തമായില്ലേ? അടുത്തത്, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ഇതിൽ ഒന്നറിഞ്ഞാൽ മാത്രം നമുക്ക് എന്താണ് ഇത് എടുക്കാനായിട്ട് പറ്റും. കാരണം അത് വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം എന്താണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നായിരുന്നു കോഡ്. അപ്പൊ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. അപ്പൊ പ്രാർത്ഥനാ സമാജം 4-1 എന്ന് വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കാലോ. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി കർഷകരെയാണ്. അപ്പൊ കർഷകർക്ക് വേണ്ടിയിട്ടാണ് 1917 ഗാന്ധിജി ഗുജറാത്തിലെ ഖേദയിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇവർ 3 പേരും എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ SCERTയിലെ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടവർക്കും ഈ ഒരു ചോദ്യം കിട്ടുന്നതായിരിക്കും. ഇവരുടെ ഫോട്ടോ സഹിതം SCERTയിൽ കൊടുത്ത ഫോട്ടോ സഹിതം ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടുവെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നോക്കാലോ. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് മഹൽനോബി സ്വീകരിച്ചത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അടുത്തത്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുവായ ഒരു പ്രധാന പങ്കുവഹിച്ചു. സെമീദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്നത് ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. കാരണം എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്, അല്ലാതെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയല്ല. വ്യക്തമായില്ലേ? തെറ്റാനുള്ള കാരണവും കിട്ടിയില്ലേ? ഇനി അടുത്തത്, 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീരാണ്. അടുത്തത്, വാദവും കാരണവും നോക്കാലോ. ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. ഇനി കാരണം എന്താണ്? പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. അടുത്തത്, ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. പാകിസ്ഥാൻ 2 പ്രവിശ്യകളായിട്ടാണ് രൂപം കൊണ്ടത്. അടുത്തത്, പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രം ആയപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറി. ഇതിലെന്താണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ് എന്നതാണ് പറഞ്ഞത്. അടുത്തത്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. ഇത് ശരിയാണ്. BR അംബേദ്കർ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ എതിർത്തിരുന്നു. അടുത്തത്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്തത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ഓപ്ഷൻ ബി ദണ്ഡി മാർച്ചോടു കൂടിയാണ്. അടുത്തത്, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാന്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? മോട്ടു എന്ന, എല്ലതും മോട്ടു ആണ്.
മോട്ടു എന്ന് പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെയുള്ള പേരും കൂടി പഠിച്ചിട്ട് വെക്കണം. മോട്ടു എന്ന ആനക്കുട്ടിയാണ് ഇവിടെ. ഓപ്ഷൻ ബി ആണ് മോട്ടു എന്ന ആനക്കുട്ടി. അടുത്തത്, തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. ഓപ്ഷൻ എ ഡോക്ടർ മേരി പുന്നൽ ലൂക്കോസ് ആണ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ആദ്യം തന്നെ ഇവിടെ ഈഴവ മെമ്മോറിയൽ ആണ്. ഈഴവ മെമ്മോറിയലിന്റെ വർഷം എത്രയാണ്? 1896 ആണ്. 1896 ആണ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ അതന്നെ ഫസ്റ്റ് വരുന്ന നോക്കാലോ. രണ്ട് ആദ്യം വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കാം. അപ്പൊ രണ്ട് ആദ്യം വരുന്നുണ്ട്. പിന്നുള്ളതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 ആണ്. ഗുരുവായൂർ 1931 ആണ്. പാലിയം 1946 അപ്പം 1896 ഈഴവ മെമ്മോറിയൽ ഫസ്റ്റും വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ 2, 4 വരുന്നത് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ ബി 2, 4, 1, 3 അങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ആദ്യത്തെ മലയാള പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ്. അടുത്തത്, കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അയ്യങ്കളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബി എന്താണ്? 2ഉം 4ഉം. അടുത്തത്, ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? അൻപ് വീടാണ്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സത്തത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ സി ഹരിപ്പാടാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. 26ാമത്തെ വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ. അടുത്തത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? ഓപ്ഷൻ സി ആലുവയിലാണ്. ആലുവയിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഈ നദിയുടെ തീരത്താണ്. ഈ ചോദ്യം എന്തായാലും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ആണെന്നുണ്ടെങ്കിലും പ്രശസ്തമായ മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയിലാണ്. അപ്പൊ എന്താണ്, ഈ ചോദ്യം മിക്കവാറും ക്യാൻസൽ ആയി പോകുന്നതാണ്. അടുത്തത്, 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം. നീന്തൽ താരം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ? ഓപ്ഷൻ സി സാജൻ പ്രകാശനാണ്. കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ടുകായലാണ്. വേമ്പനാട്ടുകായൽ. അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സ്നേഹിത എന്നാണ്. ഓപ്ഷൻ എ സ്നേഹിതയാണ്. സ്നേഹിത. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡി 3 മാത്രം എന്നുള്ളതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതിൽ നമുക്ക് പെരിയാറ് ഇടുക്കി ജില്ലയിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ പെരിയാറ് എന്നുള്ളത് കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. 4, 2 എന്നുള്ള ഓപ്ഷൻ ആകെ ഒന്നേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കാരാപ്പുഴ വയനാടാണ്. പോത്തുണ്ടി പാലക്കാടാണ്. ചിമ്മിനി തൃശ്ശൂരാണ്. പെരിയാറ് ഇടുക്കിയാണ്. അടുത്തത്, പച്ചയാം വിരിപ്പിട്ട സഹ്യാദ്രി തൻ മടിയിൽ തലവെച്ചും വെൺമണൽ മെത്തമേൽ കാൽ നീട്ടിയും കിടക്കുന്ന കേരളമേ. കേരളത്തിന്റെ പ്രകൃതിയെ കുറിക്കുന്ന ഈ വരി എഴുതിയതാരാണ്? ഇതും ക്യാൻസൽ ആയി പോകാനുള്ളതാണ്. കാരണം ബോധേശ്വരന്റെ കവിതയിലെ വരികളാണിത്. ബോധേശ്വരന് എന്ന് ഓപ്ഷനിലേ ഇല്ല. അപ്പൊ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ആയി പോകുന്നതാണ്. അടുത്തത്, കാനഡ ഗവൺമെന്റിന്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഇടുക്കിയാണ്. ഇടുക്കിയാണ് കാനഡ ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഏതാണെന്ന് നോക്കാലോ നമുക്ക്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നോക്കാലോ. തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇവിടേക്ക് പ്രവേശന കവാടമുള്ളൂ. ഏതിനാണ്? പറമ്പിക്കുളത്തിന്. പിന്നെ കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അടുത്തത്, വൈക്കം സത്യാഗ്രഹവുമായി
ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആരാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കുണ്ടറ വിളംബരം നടന്ന വർഷം, കുണ്ടറ വിളംബരത്തിന്റെ വർഷം 1809. ഓപ്ഷൻ ബി 1809 കുണ്ടറ വിളംബരം നടന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി, പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കി, സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു, തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1913 സംഘടിപ്പിച്ചു. ഇതെല്ലാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? ഓപ്ഷൻ ബി കീയരിയൂർ ബോംബ് കേസാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ എന്ന് പറയുന്നത്. കേരള സംസ്ഥാനം നിലയിൽ വന്ന വർഷം, കേരള സംസ്ഥാനം നിലയിൽ വന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, 1956 ആണ്. ഓപ്ഷൻ ബി 1956 കേരള സംസ്ഥാനം നിലയിൽ വന്നത്. അടുത്തത്, ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവരിൽ ആരാണ്? മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ മഞ്ചേരി രാമയ്യറാണ്. മഞ്ചേരി രാമയ്യറാണ് മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ. അടുത്തത്, ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര ഏതാണ്? ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര. ഓപ്ഷൻ എ ഹെപ്പാറ്റിക് പോർട്ടൽ സിരയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം ഏതാണ്? എക്സിത്തു കൺസർവേഷൻ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അടുത്തത്, ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. നമ്മൾ വ്യക്തമായിട്ട് കോഡോടുകൂടിയും SCERTയിലെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടും ക്ലാസ് ചെയ്തിട്ടുണ്ട് ക്ഷയരോഗത്തിന്റെ എല്ലാം. അപ്പം ആ ക്ലാസ് കണ്ടവർക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അടുത്തത്, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത്, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം നടപ്പിലാക്കുന്ന ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ഓപ്ഷൻ ബി സ്നേഹയാനം. യാനം എന്ന് പറയുന്നത് വാഹനമാണ്. അപ്പൊ ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പാലക്കാടൻ മട്ടയരിയാണ് ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി നിശാന്തതയാണ്. അടുത്തത്, പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ പരിശോധിക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി സാന്ത്വനമാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ എക്സാമിനും അതൊരു ഉപകാരപ്പെടും. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കൂടി ഇതിന്റെ കൂടെ തന്നെ കണ്ടുവെക്കുക. അടുത്തത്, വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ്? വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മിശ്രിതമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്.
കാർബൺ മോണോക്സൈഡും ഹൈഡ്രജന്റെയും മിശ്രിതമാണ്. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതമാണ്. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി സാക്കറിൻ ആണ്. അടുത്തത്, രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിനു ശേഷം അതിന്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തായിരിക്കും? ശബ്ദത്തിന്റെ വേഗം 350 മീറ്റർ പെർ സെക്കൻഡ്. ഇതെങ്ങനെയാണ് കണ്ടെത്തുക വെച്ചാൽ നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ ദൂരം, സമയം, വേഗത. ഇതിലെന്താണ് ചോദിച്ചത്? ഇവിടെ ദൂരമാണ് ചോദിച്ചത്. അപ്പൊ ദൂരം കാണാൻ സമയം ഇൻറ്റു സ്പീഡാണ്. ഇവിടെ സമയം എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു ഇവിടെ വേഗം 350 ആണ്. 350 ഇൻറ്റു 2 എന്ന് പറയുന്നത് 700 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 700 മീറ്റർ ആണ്. 700 മീറ്റർ അകലെയായിരിക്കും. അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഓക്കെ. അടുത്തത്, ഫാരൻഹീറ്റ് താപനിലയിലും സെൽഷ്യസ് താപനിലയിലും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ഓപ്ഷൻ ബി -40 ഡിഗ്രി ആണ്. -40 ഡിഗ്രി. താഴെ തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ഫലങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ്. ഗുരുത്വാകർഷണ ബലവും സ്ഥിര വൈദ്യുതി ബലവുമാണ് സംരക്ഷിത ബലങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും രണ്ടാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 9/4 എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിലൊരു ടഫ് ആയിട്ട് തോന്നുന്നത്. ഇതെങ്ങനെ ചെയ്യാന്ന് എനിക്കും അറിയില്ല. അറിയുന്നവര് അറിയുന്ന രീതിയിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത്. അടുത്തത്, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി? ഓപ്ഷൻ സി ആണ്. ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നതാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. നോക്കാലോ. ഇവിടെ തെറ്റായത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഘർഷണം വഴി ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് എന്താണ്? തെറ്റായതാണ് ഇവിടെ ചോദിച്ചത്. തെറ്റായത് ഓപ്ഷൻ ബി ആണ്. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി സിഡറൈറ്റ് എന്താണ്? ഇരുമ്പിന്റെ അയിര. അടുത്തത്, ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏതാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ട്രിഷിയം ആണ്. ഇപ്പം ഇന്ന് കഴിഞ്ഞ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിലെ 80 ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞത്. അപ്പം ഇത് പ്രൊഫഷണൽ ആൻസർ കീയോ ഫൈനൽ കീയോ അല്ല. പ്രൊഫഷണൽ ആൻസർ കീ വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ന് എക്സാം എഴുതിയവർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാനും മടിക്കരുത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മടിക്കരുത്. PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് എക്സാം എഴുതിയ നിങ്ങൾ അറിവിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇതുപോലുള്ള അടിപൊളി ക്ലാസ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.